അമേരിക്കയുടെ F-35 യുദ്ധവിമാനം ഇറാൻ ജോർദാനിൽ വെച്ച് തകർത്ത് പൊടിച്ചിട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തൻസീം അടക്കമുള്ള വലിയ പ്രാധാന്യമുള്ള പത്രങ്ങളെല്ലാം ഈ വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 3 എണ്ണം തകർക്കുകയും 3 എണ്ണത്തിന് വലിയ രീതിയിലുള്ള കേടുപാട് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു F-35 യുദ്ധവിമാനത്തിന് ഏകദേശം 9,900 കോടി രൂപയാണ് അതിൻ്റെ വില കണക്കാക്കുന്നത്. അങ്ങനെ ആ സമയത്ത് 3 എണ്ണത്തിന് നാശം, 3 എണ്ണത്തിന് വലിയ പരിക്ക്. അങ്ങനെ വരുന്ന സമയത്ത് വലിയൊരു സംഖ്യ, ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ നഷ്ടം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനയുടെ നാവികർക്ക് നേരെ അമേരിക്കയുടെ ഡ്രോൺ വന്നതുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള വിഷയം കൂടി അമേരിക്കയും ചൈനയുമായിട്ട് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നു. അവരുടെ യുദ്ധക്കപ്പലിന് നേരെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നാവിക പടക്ക് നേരെയോ ആണ് അമേരിക്കയുടെ ആളില്ലാ വിമാനം എന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ ഡ്രോണ് എന്ന് പറയുന്നു. ഏതായിരുന്നാലും എത്തിയതിന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ചൈന പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ യുദ്ധക്കുറ്റമായിട്ട് തന്നെ കാണുമെന്നുള്ളതും അന്താരാഷ്ട്ര നീതി വ്യവസ്ഥയുടെ ശക്തമായിരിക്കുന്ന ലംഘനമാണ് അമേരിക്ക കാണിച്ചത്. ഇത് ആവർത്തിച്ചാൽ അതിനനുസരിച്ചുള്ള പ്രതികരണം ഉണ്ടാവും എന്നൊരു മുന്നറിയിപ്പ് കൂടി യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ചൈന നൽകിയിരിക്കുന്നു. ഇതും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതാണ്. ഒരു ഭാഗത്ത് ഇറാനും ഒരു ഭാഗത്ത് ചൈനയും കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് എതിരെ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ F-35 യുദ്ധവിമാനം നഷ്ടപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഭാഗത്ത് പ്രതികരണമൊന്നും വന്നിട്ടില്ല. ശത്രുവിൻ്റെ ചില ആക്രമണങ്ങൾ തങ്ങളുടെ സംവിധാനത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും തങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അമേരിക്കയുടെ അവകാശവാദം. പക്ഷേ അവരുടെ അവകാശവാദം നിൽക്കുക എന്നല്ലാതെ അതാരും വിശ്വസിക്കില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാനിലെ ഭരണാധികാരികൾ അമേരിക്കയോട് ചില നീരസവും പ്രയാസവും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറേബ്യൻ രാജ്യത്തുണ്ടാകുന്ന അതേ സ്ഥിതികളും അവസ്ഥകളും തങ്ങളുടെ രാജ്യത്തുമുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ നിരന്തരം ഇറാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് സാഹചര്യങ്ങളും അവസരങ്ങളും സൃഷ്ടിക്കുന്ന നിങ്ങളാണ്. അതുകൊണ്ട് ഇതൊരു ഉചിതമായിരിക്കുന്ന പ്രവൃത്തിയല്ല എന്ന് പറഞ്ഞു. ഇറാഖിലാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സൗദി അറേബ്യക്ക് എതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇറാഖിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു തെറ്റായിരിക്കുന്ന കീഴ്വഴക്കമാണ് എന്നുകൂടി പറയുന്നു. അത് 2 തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു അറേബ്യൻ സംസ്കാരം ഉണ്ടായിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാഖ് എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് അമേരിക്കയുമായി സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു ആക്രമണം നടത്തിയ രീതി ശരിയല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ സൗദി അറേബ്യ ഒറ്റക്കായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അതിൽ അമേരിക്കയെ സൈനിസത്തെ എന്തിനു കൂട്ടുപിടിച്ചു എന്ന ചോദ്യവും പ്രസക്തമായിട്ട് വരുന്നു. ഇപ്പോഴത്തെ അമേരിക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നവും പ്രതിസന്ധിയിലൂടെയുമാണ് നീങ്ങുന്നത്. ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് അമേരിക്കയുടെ സൈനിക ബേസിനും സംവിധാനങ്ങൾക്കും സുരക്ഷയില്ല എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലും ഭാവിയിലും ഇതിങ്ങനെ തന്നെയാണ് തുടരാൻ സാധ്യതയുള്ളത് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഈ ഖത്തറിൽ നിന്ന് ഘട്ടഘട്ടമായ രീതിയിൽ അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം ജോർദാനിലേക്ക് ഇത് പറിച്ചു നടപ്പെട്ടു. ജോർദാനിൽ ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജോർദാനിലുള്ള ഏറ്റവും വില കൂടിയിരിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-35 എന്ന് പറയുന്ന 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം. ഇത് 3 എണ്ണമാണ് തകർക്കപ്പെട്ടു. അത് സ്ഥിരീകരിക്കപ്പെട്ട റിപ്പോർട്ടായിട്ട് പുറത്ത് വിടുകയും ചെയ്തു. അപ്പോൾ തകർക്കപ്പെട്ട് 3 എണ്ണത്തിന് വലിയ രീതിയിൽ കേടുപാട് സംഭവിച്ചു. 6 എണ്ണം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പൈലറ്റുമാർ മരിച്ചിട്ടുണ്ട് എന്നും ചില പൈലറ്റുമാരെ കാണുന്നില്ല എന്ന റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ സർവ്വ മേഖലയിൽ പ്രശ്നമാണ്. കോശം ദ്വീപിലുമായി ബന്ധപ്പെട്ട് ഇറാനെതിരെ ആക്രമണം അമേരിക്ക നടത്തിയതോടനുബന്ധിച്ചാണ് അതിശക്തമായിരിക്കുന്ന തിരിച്ചടിക്ക് ഇറാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ജോർദാനും കുവൈറ്റിനും നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജോർദാനും കുവൈറ്റിനും നേരെ ആക്രമണം നടത്തി എന്ന് മാത്രമല്ല അവിടെയൊക്കെ വലിയ രീതിയിലുള്ള നാശവും നഷ്ടങ്ങളും തീപിടുത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. ഗവൺമെൻറ് സംയുക്തമായ രീതിയിൽ വിചാരിച്ചിട്ട് പോലും തീ അണക്കാൻ പറ്റാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ കുവൈറ്റിൻ്റെ അകത്ത് ഇറാൻ്റെ മിസൈൽ പതിച്ചതിന് ശേഷം ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾ. പിന്നെ ഈ സാമ്പത്തിക തകർച്ചയുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ പറയുന്നു. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, പണപ്പെരുപ്പം ഇതെല്ലാം ഇപ്പോൾ ഇറാനിൽ വല്ലാത്ത രീതിയിൽ പെരുകുന്നുണ്ട്. സാമ്പത്തിക തകർച്ച ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്ത് ഭരണ സംവിധാനം അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന ചില ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങളിൽ 1ാം സ്ഥാനത്തിരിക്കുന്നത് വെനിസ്വലയാണ്. വെനിസ്വല ഇപ്പോൾ അമേരിക്കയുടെ കൺട്രോളിലാണ്.
അമേരിക്കയുടെ കൺട്രോളിലായിട്ടും ഇത്ര മാസം ഇപ്പം മാസങ്ങളോളം ഈ പെട്രോളിയം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടും ആ രാജ്യം ഇന്ന് ലോകത്ത് ദരിദ്രത്തിൽ ഒന്നാം സ്ഥാനത്തിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടുത്തെ ദാരിദ്ര്യം നിസ്സാരമല്ല എന്ന് നമുക്ക് കൂട്ടി വായിക്കാവുന്നതാണ്. അമേരിക്ക എവിടെ കയറിയാൽ ഇതൊക്കെ തന്നെ സ്ഥിതി. അവർക്ക് മാത്രമേ അതുകൊണ്ട് മെച്ചമുണ്ടാവൂ. ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരാളുകൾക്ക് പോലും, മനുഷ്യന്മാർക്ക് മാത്രമേ, ജീവജാലകൾക്ക് പോലും രക്ഷ ഉണ്ടാവാറില്ല. ബ്രിട്ടൻ ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നിന്ന് ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധ വിളകളൊക്കെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ തരത്തിലാണ് ഇവരുടെ സർവാധിപത്യങ്ങൾ വരാറുള്ളത് എന്ന് കൃത്യമാണ്. അപ്പോൾ വെനിസ്വല കഴിഞ്ഞു, സുഡാൻ കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ദാരിദ്ര്യരേഖയുടെ 3-ാം സ്ഥാനത്തിരിക്കുന്നു എന്ന് പറഞ്ഞ റിപ്പോർട്ടൊക്കെ അമേരിക്ക പുറത്ത് വിട്ടിട്ടുണ്ട്. ഇറാൻ അത് തള്ളുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മേഖല ഉപയോഗിച്ചുകൊണ്ടും, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചാണെങ്കിലും, മീഡിയകളാണെങ്കിലും, പത്രങ്ങളാണെങ്കിലും, മറ്റ് പ്രചാരണങ്ങളാണെങ്കിലും, മറ്റ് അഭിമുഖങ്ങളാണെങ്കിലും, അവിടെ എല്ലാം ഇറാനെ വല്ലാതെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് അമേരിക്കയാണ് സർവാധിപത്യത്തിൻ്റെ ഏറ്റവും മുമ്പിൽ മുന്നണി പോരാളിയായിട്ട് നിൽക്കുന്നത്, ഞങ്ങളില്ലെങ്കിൽ ലോകമില്ല എന്നൊക്കെ പറയുന്നിടത്തേക്കാണ് അമേരിക്കയുടെ നിലപാട്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നാശവും നഷ്ടവും ലോകം ഇപ്പോൾ വിലയിരുത്തി കഴിഞ്ഞു. അമേരിക്കയിൽ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ ഒരു സംഭവം നടന്നതായിട്ട് അമേരിക്ക പറഞ്ഞാൽ, ഏത് കാലത്താണോ ഇറാൻ സ്ഥിരീകരിക്കുന്നത് അത് മാത്രമേ ലോകം വിശ്വസിക്കുകയുള്ളൂ. അവിടേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാര്യം അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പവറായിരിക്കുന്ന, സൂപ്പർ പവറായിരിക്കുന്ന ഒരു പ്രസിഡന്റിൻ്റെ കസേരയിൽ കുത്തിരുന്നിട്ട് നിരന്തരം കള്ളത്തരവും പൊള്ളത്തരവും പറയുന്ന ഒരു പ്രസിഡൻ്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ പറയുന്ന വാക്കുകൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യം ആരും കൊടുക്കലില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സത്യമാണ് പറയുന്നതെങ്കിൽ F-35 യുദ്ധവിമാനം തകർന്നതും പൈലറ്റുമാരോ മറ്റോ ബന്ധപ്പെട്ടവർ കൊല്ലപ്പെട്ടിട്ടുള്ള ആ വിവരം പറയാത്തത് എന്തുകൊണ്ട്? അപ്പോൾ യുദ്ധമുഖത്ത് പരമാവധി അവർക്കുണ്ടാകുന്ന പോരായ്മകൾ മറച്ചു വെക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുകയും ഇല്ലാത്ത കഥകൾ ശത്രുപക്ഷത്തിന് നേരെ ഉണ്ടാക്കി പറയുകയും ചെയ്യുന്ന ഒരു മോശപ്പെട്ട പ്രവൃത്തിയാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.